എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും ആക്രമണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടവർ. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെയും അവർ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഹിതകരമല്ലാത്ത, അവർക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങൾ പറയുന്നവരെ, അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയെങ്കിലും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ആക്രമിക്കുക എന്നൊരു സ്വഭാവം അവർക്കുണ്ട്. കോൺഗ്രസ്സുകാരെ ആക്രമിച്ചിട്ടുണ്ട്, ലീഗുകാരെ ആക്രമിച്ചിട്ടുണ്ട്, CPIയുടെ പോലും. നിങ്ങൾ കണ്ണൂരിൽ വരൂ. കണ്ണൂരിൽ മുഴക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ദാമോദരൻ എന്നു പേരുള്ള ഒരു CPI പ്രവർത്തകനെ പരസ്യമായി വെട്ടിക്കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ആ പ്രദേശത്ത്, മുഴക്കുന്ന് എന്ന പ്രദേശത്ത് നിന്ന് CPIയുടെ ഒരു പ്രോമിസിംഗ് ഫിഗർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു CPIയുടെ കേഡറായിരുന്നു ഈ ദാമോദരൻ, കൊല്ലപ്പെട്ട ആള്. അദ്ദേഹത്തെ കൊന്നൊടുക്കി. CPI എന്ന് പറഞ്ഞാൽ CPIയും CPIയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒരേ ആശയത്തിന്റെ വക്താക്കളാണ്, ഒരേ കൊടി പേറുന്നവരാണ്. എന്നിട്ട് പോലും CPIക്ക് പോലും രക്ഷയുണ്ടായില്ല. പാർട്ടിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് മറ്റ് പാർട്ടിയുടെ നയങ്ങളോ കൊടിയോ ഉപേക്ഷിക്കാതെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചതിന്റെ പേരിലാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. അതിന്റെ പേരിലാണ് MV രാഘവൻ ആക്രമിക്കപ്പെട്ടത്. MV രാഘവൻ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നോക്കൂ, കണ്ണൂർ ജില്ലയിലെ സ്നേക്ക് പാർക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു ജീവി സങ്കേതമുണ്ട്. ആ സങ്കേതത്തിൽ നടത്തിയ ആക്രമ പേക്കൂത്തുകൾ നമ്മൾ കണ്ടതാണ്. വീട്ടമ്മമാരെ, സാഹിത്യകാരന്മാരെ, മാധ്യമ പ്രവർത്തകരെ ഒക്കെ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന എല്ലാവരെയും അവർ ആക്രമിക്കുന്നു. എത്ര ക്രൂരമായിട്ടാണ് ജയകൃഷ്ണ മാഷെ കൊലപ്പെടുത്തിയത്, ക്ലാസ് മുറിയിൽ വെച്ച്, കുട്ടിയുടെ മുന്നിൽ വെച്ച്. അപ്പൊ ഈ നിലയ്ക്കുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ പ്രതിരോധങ്ങൾ ഉണ്ടാവുന്നു എല്ലാ ഭാഗത്തു നിന്നും. ആ പ്രതിരോധത്തിന്റെ ഫലമായിട്ട് CPM-നും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. ആ നഷ്ടങ്ങൾ ഇനി ആവർത്തിക്കരുത്. പരസ്പരം ഇതുപോലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആയുധങ്ങൾ എടുത്ത് നോക്കൂ. താങ്കളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടെ ഞാൻ പെടുത്താം. എന്റെ കേസിൽ അന്തിമ വിധി പറഞ്ഞ ഹൈക്കോർട്ടിലെ ബഹുമാന്യായ ജഡ്ജി പറഞ്ഞത്, രാഷ്ട്രീയം തെരുവിൽ ആയുധം ഉപയോഗിച്ചല്ല പരസ്പരം വ്യവഹരിക്കേണ്ടത്, മറിച്ച് ആശയങ്ങൾ തമ്മിലാണ് പോരാടേണ്ടത്. ആയുധം താഴെ വെക്കണം. ആയുധം താഴെ വെക്കാനുള്ള ഒരു സൂചകം എന്ന കൂടിയായിട്ടാണ് എന്റെ കേസിൽ CPIM-ന്റെ പ്രതികളായിട്ടുള്ള 8 പേരെ ശിക്ഷിച്ചത്. ആ ശിക്ഷക്കെതിരെ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി അപ്പീൽ പോലും സ്വീകരിക്കാതെ ഇന്ന് ആ പ്രതികൾ ജയിലിൽ കഴിയുകയാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള സാഹചര്യം CPIM ആയിട്ടുണ്ടാക്കുകയാണ്. ഇനി ജോൺ ബ്രിട്ടാസ് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ശരി, അക്രമ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാർ, വക്താക്കൾ എല്ലാം CPIM ആണ്. അവരുടെ പ്രവൃത്തിയുടെ പ്രതിപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു, അവർക്കും നഷ്ടം സംഭവിക്കുന്നു. ഇത് ദൗർഭാഗ്യകരമാണ്, യാതൊരു തർക്കവുമില്ല. ഇതൊരിക്കലും സംഭവിക്കരുത്. ഈ രണ്ടും സംഭവിക്കരുത്. എന്റെ രാജ്യസഭാംഗമായുള്ള എന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വന്ന മാധ്യമ പ്രവർത്തകരോടൊക്കെ ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ല എന്നാണ്. അത് തന്നെയാണ് ഇപ്പോഴും നിലപാട്. പക്ഷെ എന്ത് സംഭവിക്കുന്നു നോക്കൂ. ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രദേശത്ത് സമാധാനം കൈവന്നിട്ടുണ്ട്. അതിന് സമാധാനം കൈവരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പലവട്ടം ആക്രമിക്കപ്പെട്ടിട്ടും നമ്മൾ സമാധാനത്തിന്റെ വഴിയെ സഞ്ചരിക്കണം എന്നൊരു നിലപാട്, ഉറച്ച നിലപാട് സംഘപ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചു. മറുപക്ഷത്ത് എന്താ സംഭവിച്ചത്? CPIM-ന്റെ തൃശ്ശൂർ, വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാര്യമായ ചർച്ച നടത്തുകയെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. അപ്പൊ നമ്മളായിട്ട് ഇനി ഒരു അക്രമം നടത്തരുത് എന്നവർ തീരുമാനിക്കുന്നു. അപ്പൊ CPIM അക്രമം ഇനി ഞങ്ങളായിട്ട് നടത്തില്ല എന്ന് തീരുമാനിച്ചതോടെ അക്രമം അവസാനിക്കുന്നു. അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? അക്രമ രാഷ്ട്രീയം ഉണ്ടായത് CPIM-ന്റെ തീരുമാനപ്രകാരം തന്നെയാണെന്നാണ്. വേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ അക്രമം നിന്നുവെങ്കിൽ വേണമെന്ന് തീരുമാനിച്ച സമയത്താണ് അക്രമം നടന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിന്റെ ഫലമായിട്ട് നാട്ടിൽ ഇന്ന് സമാധാനം കൈവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നോക്കൂ, ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച സഹോദരിമാരായിട്ടുള്ള കാര്യകർത്താക്കന്മാരുടെ വീടുകളിൽ ചെന്ന് ആക്രമണം നടത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ നോക്കൂ, പയ്യന്നൂരിൽ പാർട്ടി നയങ്ങൾക്കെതിരെ പൊതുവിൽ രംഗത്ത് പ്രതികരിച്ച അവരുടെ തന്നെ മുതിർന്ന ഒരു നേതാവിനെതിരെയുള്ള കൊലവിളിയും അതുമായ സംഭവങ്ങളൊക്കെ കണ്ണൂരിൽ അരങ്ങേറുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വന്ന് പടക്കം പൊട്ടിക്കുന്നു, അദ്ദേഹത്തെ അനുകൂലിച്ച ആളുടെ വീട്ടിലെ മോട്ടോർ ബൈക്ക് കത്തിക്കുന്നു, അദ്ദേഹത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ മാത്രം ഒരു ചിത്രകാരന്റെ ആവിഷ്കാരത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പൊ ഇത്തരം മനോഭാവമാണ് മെല്ലെ 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 വീണ്ടും പഴയതിലേക്ക് എത്തുക. അത് എത്തരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് CPIM നടത്തുന്ന ഈ ജനാധിപത്യ വിരുദ്ധമായ സംഘടനാ സ്വാതന്ത്ര്യത്തിന് എതിരായി വരുന്ന സാഹചര്യത്തെ ചെറുക്കാൻ വേണ്ടി, ചെറുക്കുക എന്ന് പറയുമ്പോൾ മറ്റർത്ഥത്തിലല്ല, അവരിൽ ഒരു സാമൂഹ്യ സമ്മർദ്ദം ഇനി ഉണ്ടാവരുത് എന്ന ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശം സഫലമാകും എന്നാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.